തൃശ്ശൂരിൽ പുലികൾ അവർ മടയിൽ നിന്ന് നഗരത്തിലേക്ക് ഇറങ്ങി എന്നുള്ള വിവരമാണ് മനുവും സച്ചിനും നൽകിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ പുലികൾ അവരുടെ മടകളിൽ ഇരിക്കുകയായിരുന്നു. അവരുടെ ശരീരം ഈ പുലികളായി രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള വലിയ പരിശ്രമങ്ങളാണ് അവിടെ നടന്നു വരുന്നത്. എത്ര മഞ്ഞച്ചായമാണ് ഈ പുലികളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പുള്ളിപ്പുലികളും വരയൻ പുലികളും അങ്ങനെ ഓരോരോ പുലികളായി ഓരോ മനുഷ്യനെയും പരുവപ്പെടുത്തി എടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു വലിയ അധ്വാനം. ഇനിയിപ്പോൾ ഇവർ നഗരത്തിലേക്ക് ഇറങ്ങി തുടങ്ങി. ഒപ്പം തന്നെ ഈ പുലിക്കൂട്ടത്തിനൊപ്പം തന്നെ നിശ്ചല ദൃശ്യങ്ങളും മേളങ്ങളും ചെണ്ടമേളവും എന്ന് വേണ്ട, ഇനിയിപ്പോൾ ഒരു 3-4 മണിക്കൂർ തൃശ്ശൂർ നഗരം അക്ഷരാർത്ഥത്തിൽ പുലികളുടെ പിടിയിലാകും എന്നതാണ് യാഥാർത്ഥ്യം. മനു ചേരുന്നു. മനു, ഈ ഒരു മേളങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ കൂടെയുള്ള ചെണ്ടമേളങ്ങൾ തൃശ്ശൂർ ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രമാണല്ലോ. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? ഷമി, എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, ഒന്നര ചോദിക്കാവോ? ഭയങ്കര തീർച്ചയായും ഞാൻ പറഞ്ഞത്, മനു ഇതുവരെ പുലിമടകളിലായിരുന്നു. അവിടെ ഈ മനുഷ്യന്മാരെ ഈ പുലികളായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു വലിയ പ്രക്രിയയാണ്. അതേതാണ്ട് എല്ലാം പൂർത്തിയായിട്ട് ഇപ്പോൾ പുലികൾ മടകളിൽ നിന്ന് ഇനി നഗരത്തിലേക്ക് ഇറങ്ങി തുടങ്ങി. പക്ഷേ പുലികൾ മാത്രമല്ലല്ലോ, ഈ പുലികളോടൊപ്പം നിശ്ചല ദൃശ്യങ്ങളുണ്ട്, ഒപ്പം തന്നെ വലിയ മേളങ്ങളുണ്ട്, ചെണ്ടമേളങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണല്ലോ ഈ പുലികളി പൂർണ്ണമാവുക. മനു, തീർച്ചയായും അതെല്ലാം ഉണ്ട്. ഇപ്പൊ ദൃശ്യങ്ങളിൽ പുറകെ കാണാൻ കഴിയും. അങ്ങകലെ നിശ്ചല ദൃശ്യങ്ങൾ നമ്മുടെ ഈ വരിയുടെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാണുന്നില്ലേ? ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ എല്ലാ പുലികളി സംഘത്തോടൊപ്പം ഇത്തരത്തിൽ പ്ലോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവരങ്ങനെ കറങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷമി പറഞ്ഞതുപോലെ രാവിലെ മുതൽ നമ്മൾ പുലിമടകളിലായിരുന്നു. പുലിമടകളിൽ ചെല്ലുമ്പോൾ ഈ പുലികളെ ഒരുക്കിയെടുക്കാനുള്ള വലിയൊരു തയ്യാറെടുപ്പ് നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം പുലർച്ചെ 5:30 മണി മുതൽ തന്നെ നമ്മൾ ഓരോ പുലിമടകളിലേക്കൂടെ 7 ദേശത്തിൻ്റെയും പുലിമടകളിലൂടെ സഞ്ചരിച്ചു. ആ സഞ്ചരിച്ച ഇടങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും സുന്ദരമായ, ഏറ്റവും ആവേശം ജനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. അവരെല്ലാവരും പറയുന്നത്, ഇതൊന്ന് പൂർത്തിയാക്കി ഞങ്ങൾ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിക്കോട്ടെ, കളത്തിലോട്ട് ഇറങ്ങിക്കോട്ടെ, അപ്പോൾ കാണാം കളിയെന്നാണ്. അത് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നതും. ഓരോ ദേശത്തിൻ്റെയും പുലികൾ വരുമ്പോൾ ഏറ്റവും ആവേശത്തോടെ കടന്നു വരുന്നു. ഇപ്പോൾ നമ്മൾ സീതാറാം മിൽസിൻ്റെ 1ാമത്തെ ദേശത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇവരാണ് ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് പുലിമടയിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത്. ബാക്കിയുള്ള ദേശങ്ങളിൽ നിന്നൊക്കെ വിവിധ ഇടങ്ങളിൽ നിന്ന് നമുക്ക് അല്പസമയത്തിനകം തന്നെ പങ്കുചേരാൻ പറ്റും. ഏതായാലും അതൊരു മനോഹരമായ ഒരു ആവേശ കാഴ്ച തന്നെയാണ്. ഷമി പറഞ്ഞതുപോലെ വലിയ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ഈ പുലികൾ ഇത്രയും ആവേശത്തോടെ കളത്തിലേക്ക് ഇറങ്ങുന്നത് ഈ ഒരു സ്പിരിറ്റ് കൊണ്ട് തന്നെയാണ്. ഇത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കൈമുതൽ എന്ന് പറയുന്നത്. ഓരോ 4ാം ഓണം കഴിയുമ്പോഴും ഇങ്ങനെ കാത്തിരിക്കുകയാണ് അടുത്ത വർഷത്തെ 4ാം ഓണം വരാൻ വേണ്ടിയിട്ട്. പുലിയിറക്കത്തിനുള്ള നിമിഷത്തിന് വേണ്ടിയിട്ട് ഇത്തവണ ചെറിയൊരു അനിശ്ചിതത്വമൊക്കെ ഉണ്ടായിരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലികളി നടക്കുമോ എന്നൊരു കാര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ നാടിന്റെ താല്പര്യത്തിനൊപ്പം സർക്കാരും കോർപ്പറേഷനും ഒക്കെ നിന്നപ്പോൾ ഇതാ മേളം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനിയാണ് താളം വരാൻ പോകുന്നത്, ഇനിയാണ് അതിൻ്റെ ഒരു കളി കാണാൻ പോകുന്നത്. ഏറ്റവും ആവേശത്തോടെ ചുവട് വച്ച് തുടങ്ങിയിരിക്കുന്നു. ഇതാണ് പുലികളിയുടെ ഒരു താളം മേളം എന്ന് പറയുന്നത്. ചുവട് വച്ച് തുടങ്ങിയിരിക്കുകയാണ്. മേളത്തിനനുസരിച്ച് അരമണി കുലുക്കി പുലികൾ പതിയെ മുന്നോട്ട് പോകുന്നത് കാഴ്ച. തൃശ്ശൂരിന്റെ MG റോഡ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു പുലിമടയായിരിക്കുന്നു. 51 എണ്ണം പറഞ്ഞ പുലികൾ, സീതാറാം മിൽസിന്റെ പുലികൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പുലികൾ ഇനി പതിയെ സ്വരാജ് റൗണ്ടിലേക്ക്, അവിടെ നായ്ക്കനാലിലെത്തുന്നു, അവിടെ ഗണപതിക്ക് നാളികേരമുടച്ച് പിന്നീട് റൗണ്ട് ചുറ്റി കറങ്ങി വരും. അതുവരെയാണ് അതിൻ്റെ ഒരു മത്സരം എന്ന് പറയുന്നത്. കപ്പടിക്കാമെന്ന വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് സീതാറാം മിൽസ് ദേശം. 7 ദേശങ്ങളാണുള്ളത്. അതിൽ സീതാറാം മിൽസ് ദേശത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. അവർ കടന്നു പോകുന്നത്. അപ്പോൾ വലിയ ആവേശം. താളം വന്നതോടെ, ചെണ്ടയിൽ കോല് വീണതോടുകൂടി അക്ഷരാർത്ഥത്തിൽ താളമേളങ്ങൾ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പുലികളിയുടെ ഏറ്റവും വലിയ ആവേശമാണ് ഈ മേളം എന്ന് പറയുന്നത്. ഈ മേളം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുലികൾ മാത്രമല്ല, കണ്ടു നിൽക്കുന്നവരും ചെറിയ പുലികളായി മാറുന്ന കാഴ്ച മനുവിൻ്റെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലും കാണാം. അടുത്ത് നിൽക്കുന്ന ആൾ കൂടി ഈ പുലിക്കൊപ്പം ചുവട് വയ്ക്കുന്നു. അതുപോലെ തന്നെ കാണാനെത്തുന്ന ഓരോ മനുഷ്യരും ഈ പുലികളിയുടെ ഭാഗമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു ദേശത്തെ എങ്ങനെ ഒരു കലാരൂപം ഒരുമിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് തൃശ്ശൂരിലെ പുലികളി. തൃശ്ശൂർ മാത്രമല്ല, പാലക്കാടും അടക്കമുള്ള, കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ നിന്നായിരുന്നു നേരത്തെ ആളുകൾ എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, എല്ലാ ഭാഗങ്ങളിൽ നിന്നും പുലികളി കാണാൻ ആൾക്കാർ തൃശ്ശൂരിലേക്ക് എത്തുന്നു.